ഇറാൻ മുന്നോട്ടുവയ്ക്കുന്ന കർശന വ്യവസ്ഥകൾക്ക് സമ്മതം മൂളിയാൽ മാത്രം അമേരിക്കയുടെ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ തയ്യാറെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി. ജൂൺ 15-ന് ഒമാനിൽ നടക്കാനിരുന്ന 6ാം റൌണ്ട് പരോക്ഷ ചർച്ചകൾ റദ്ദാക്കിയിരുന്നു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തുകയും മുതിർന്ന സൈനിക ഓഫീസർമാരെ ഇല്ലാതാക്കുകയും ചെയ്ത സൈനിക നടപടിയെ തുടർന്നാണ് ചർച്ചകൾ റദ്ദാക്കിയത്. ഈ വർഷം ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ജീവൻ കൊടുത്ത സംഭാഷണ ശ്രമങ്ങൾ ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തകർന്നടിയുകയായിരുന്നു. ജൂൺ 22-ന് അമേരിക്ക ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കെതിരെ കനത്ത ബോംബുകൾ വർഷിച്ചതോടെ രാജ്യങ്ങൾ തമ്മിൽ വലിയ സംഘർഷം ആരംഭിക്കുകയായിരുന്നു. പിന്നീട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന് ട്രംപ് വാദിച്ചെങ്കിലും നിരവധി മാധ്യമ റിപ്പോർട്ടുകളും ഇറാനും ഈ അവകാശവാദത്തെ എതിർത്തിരുന്നു. ജൂലൈ 10-ന് പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അറാക്ചി അപലപിച്ചു. ചർച്ചകൾ വഴിമാറി സൈനിക നടപടിയിലേക്ക് തിരിഞ്ഞത് അമേരിക്കയാണെന്നും അദ്ദേഹം പറഞ്ഞു. നയതന്ത്രത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ പുതുക്കിയ ഏതൊരു ചർച്ചയിലും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഉത്തരവാദിത്തം, പരസ്പര ബഹുമാനം, ഏറ്റവും പ്രധാനമായി മറ്റൊരു ആക്രമണത്തിനെതിരായ അറിയിപ്പ്, ഉറപ്പ് എന്നിവയെ അടിസ്ഥാനമാക്കി മാത്രം മുന്നോട്ടു പോകാമെന്നതാണ് പ്രധാന നിബന്ധന. ഇത് മന്ത്രി അബ്ബാസ് അറാക്ചി ഊന്നി പറയുകയും ചെയ്തു. സംഘർഷങ്ങൾക്കിടയിലും മധ്യസ്ഥർ വഴി നയതന്ത്ര കൈമാറ്റങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് അറാക്ചി അറിയിച്ചത്. ഇറാനുമായുള്ള സമാധാനത്തിന് ട്രംപ് പ്രതിജ്ഞാബദ്ധനാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ആഴ്ച അവകാശപ്പെട്ടിരുന്നു. എല്ലാ സംഘർഷങ്ങളിലും ഞങ്ങളുടെ പ്രതിബദ്ധത ഉറച്ചതാണ്. ഇപ്പോൾ ഇറാൻ അത് പ്രയോജനപ്പെടുത്തേണ്ട സമയമാണ്. വക്താവ് ടാമി ബ്രൂസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാൻ നാശനഷ്ടം വിലയിരുത്തുകയാണ്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടേക്കാമെന്നും ട്രംപിന്റെ പ്രസ്താവനകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി മറുപടി നൽകി. ഇറാൻ എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണവും നിർത്തണമെന്ന് അമേരിക്ക വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു. ഈ നിലപാട് ഒരു കരാർ ലംഘനമാണെന്ന് ഇറാൻ കരുതുന്നു. രാജ്യത്തിന്റെ ആണവ പദ്ധതി സമാധാനപരവും നിയമപരവും നിരന്തരമായ IAEA മേൽനോട്ടത്തിലുമാണെന്ന് അറാക്ചി ആവർത്തിച്ച് ഉറപ്പിച്ചിരുന്നു. ഇറാൻ നിലവിൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് 60% പരിശുദ്ധിയിലേക്കാണ്. ഇത് 2015-ലെ ആണവ കരാറിൽ നിശ്ചയിച്ചിട്ടുള്ള 3.67% പരിധിയേക്കാൾ വളരെ കൂടുതലാണ്. ട്രംപ് തന്റെ ആദ്യ കാലയളവിൽ ഏകപക്ഷീയമായി അമേരിക്കയെ അതിൽ നിന്ന് പിൻവലിച്ചതിനെ തുടർന്നാണ് കരാർ അസാധുവായത്. ഇറാന്റെ ആവശ്യങ്ങളാണ് സമ്പുഷ്ടീകരണത്തിന്റെ തോത് നിർണ്ണയിക്കുന്നതെന്നും അറാക്ചി പറഞ്ഞു. നിലവിലെ നില ഭീഷണിയും സമ്മർദ്ദവും പരിഹാരമല്ലെന്ന് തെളിയിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയും അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു. അതിനെ പൂർണ്ണമായും പ്രതിരോധപരമാണ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം നിലവിലെ സാഹചര്യങ്ങളിൽ ഇറാൻ അതിന്റെ പ്രതിരോധശേഷി ഉപേക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് യുക്തിരഹിതമാണെന്നും ഓർമ്മിപ്പിച്ചു. ഇറാനിൽ അമേരിക്ക ആക്രമിച്ചു തകർത്ത ആണവ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്ന് കരുതുന്നതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇസ്രയേലിന്റെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രഥമ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. B-2 തുരങ്കവേദ ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിലയങ്ങളുടെ കവാടങ്ങൾ മാത്രമാണ് തകർക്കപ്പെട്ടതെന്നും മലകൾക്ക് താഴെ 1 കിലോമീറ്ററിലധികം ആഴത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുമായിരുന്നു ഇറാന്റെ അനൌദ്യോഗിക വിലയിരുത്തൽ. ഇതാണിപ്പോൾ ഇസ്രയേലും സ്ഥിരീകരിക്കുന്നത്. അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്നത്. വാഷിംഗ്ടണിൽ US മാധ്യമപ്രവർത്തകരോട് ഒരു മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥനാണ് പ്രതികരണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.